സൂപ്പർ മോയ്സ്റ്റും വളരെ ടേസ്റ്റിയുമായ ഈ ഒരു കേക്ക് റെസിപ്പി ഉണ്ടാക്കാൻ 10 മിനിറ്റ് മാത്രം മതിയാകുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ആദ്യം വേണ്ടത് ഒരു ഫ്രൈ പാനിൽ ഒരല്പം ബട്ടർ എടുത്ത് എല്ലായിടവും ഒന്ന് തേച്ച് കൊടുക്കാം. അതിലേക്ക് പഞ്ചസാര തരികൾ ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം. 2 അല്ലെങ്കിൽ 3 ചെറിയ പഴം അത് റൗണ്ടിൽ കട്ട് ചെയ്ത് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഉണങ്ങിയ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊന്ന് അലിഞ്ഞ് കിട്ടണം. ഇതിലേക്ക് 1/4 കപ്പ് എണ്ണ, ഏതെണ്ണ വേണമെങ്കിലും ചേർക്കാം. വെളിച്ചെണ്ണയും അങ്ങനെയുള്ള മണമുള്ളതൊന്നും ചേർക്കാതിരുന്നാൽ മതി. അതും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. 1/3 കപ്പ് പാൽ കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദ 2 വട്ടമായിട്ട് ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. കപ്പിൻ്റെ അളവുകളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നേരത്തെ തയ്യാറാക്കി വെച്ച ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. രണ്ട് വട്ടം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് തീയിലോട്ട് വെച്ച് കുറഞ്ഞ തീയിൽ വെച്ച് 10 മിനിറ്റ് മൂടി വേവിക്കാം. ഇതിപ്പോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പഞ്ചസാരയ്ക്ക് കാരമലൈസ് ചെയ്ത് ആ പഴത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയായ ഒരു വിഭവമാണ്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുമല്ലോ.